ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടും സമാധാനവും സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കാത്തവർ എന്ന് പറയുന്നത് ദാമ്പത്യത്തിൽ പരാജയപ്പെട്ട ആളുകൾ മാത്രമാണ്. ദാമ്പത്യത്തിൽ വിജയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു പ്രശ്നവും അവരുടെ ജീവിതത്തിൽ പ്രശ്നമാകുന്നില്ല. എല്ലാം അവർക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. വിവാഹം കഴിക്കാത്തവരോ ഇണകളില്ലാത്തവരോ പ്രായപൂർത്തിയായവരിൽ അധികമുണ്ടാവുക സാധ്യമല്ല. എല്ലാവരും മിക്കവാറും ദമ്പതികളായിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിൽ AC ഉണ്ട്, പക്ഷേ നമ്മൾ ചൂടത്ത് വിയർത്തൊലിച്ച് കടന്നുറങ്ങുന്നു. വീട്ടുമുറ്റത്ത് വാഹനമുണ്ട്, പക്ഷേ പ്രയാസപ്പെട്ട് നമ്മൾ യാത്ര ചെയ്യുന്നു. സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അത് അനുഭവിക്കാത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഒരു ഭാര്യയുണ്ടായിട്ട് അനുഭവിക്കാൻ പറ്റാത്ത ഹതഭാഗ്യൻ. ഒരു ഭർത്താവുണ്ടായിട്ട് ആ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സമാധാനവും സുഖജീവിതവും സ്വായത്തമാക്കാൻ പറ്റാത്ത ഹതഭാഗ്യം. സുഹൃത്തുക്കളെ, വളരെ നിസ്സാരമായ ഒരു ചിന്ത കൊണ്ടും ആലോചന കൊണ്ടും പരിഹരിക്കാവുന്ന ഒരു കാര്യമേ ഇതുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നന്നായി ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതൊക്കെ കേൾക്കാത്തതും അറിയാത്തതുമാണോ നമ്മുടെ ദാമ്പത്യം പരാജയത്തിലൂടെ മുന്നോട്ട് പോകുന്നതെന്നാണ്. ജീവിച്ച് തീർക്കുക, സഹിക്കുക. ഇതാണ് പല ആൾക്കാരും ചെയ്യുന്ന പരിപാടി. ദാമ്പത്യത്തിലെ എല്ലാ പരിക്കുകളെയും സഹിച്ച് കുറച്ച് കാലമല്ലല്ലോ ദുനിയാവ് അനുഭവിക്കുക. അങ്ങനെ സഹിച്ചു പോകുന്നവർ. മറ്റു ചില ആളുകൾ അഭിനയിക്കുന്നവരാണ്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നാട്ടുകാരെ കാണിച്ചിട്ട് അതിൻ്റെ യാതൊരു അനുഭവവും സമാധാനവും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ആളുകൾ. ചില ആളുകൾ അപമാനം ഭയന്ന് വേർപിരിയുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആലോചിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സുഹൃത്തുക്കളെ. പരിഹരിച്ച് പോകുന്നത് വെറുതെ ഭാര്യനോടൊന്ന് ചോദിച്ചാൽ മതി, എന്താപ്പോ നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ് നിനക്ക് കിട്ടാതെ പോയത്? നമ്മളത് കേൾക്കാനും അത് മനസ്സിലാക്കാനുമുള്ളൊരു തുറന്ന മനസ്സുണ്ടെന്ന് അവൾക്ക് മനസ്സിലാണെങ്കിൽ പറയും, നിങ്ങളെന്നെ സ്നേഹിക്കണില്ല, നിങ്ങളിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണില്ല, നിങ്ങൾക്ക് എനിക്ക് തരാൻ നേരല്ല. അവൾക്ക് 100 കാര്യങ്ങൾ. അതൊക്കെ ന്യായമാണെങ്കിൽ ന്യായീകരിക്കാനോ മറുപടി പറയാനോ പോകാതെ അന്ന് മുതൽ പരിഹരിച്ചാൽ മതി. അതിന് ഒരാളും വേണ്ട. അതുപോലെ തന്നെ തിരിച്ച് ചോദിക്കാം, ഭർത്താവിനോട് ചോദിക്കാം, എന്തപ്പം നിങ്ങൾക്ക് ഞാൻ ഭാര്യയായി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സാധിക്കാതെ പോകുന്നത്? നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ കിട്ടാതെ പോകുന്നത്? പറയാനുണ്ടാകുമല്ലോ അയാൾക്ക്. അത് രണ്ടുപേരും കേട്ടാൽ തീരാവുന്നൊരു വിഷയം. എന്തിനാണ് സുഹൃത്തുക്കളെ സഹിച്ചും വിഷമിച്ചും കൂലുണ്ടാകുന്നൊക്കെ വിചാരിച്ച് ഇടങ്ങേറായി ജീവിച്ചു പോകേണ്ട ഒരു കാര്യം എന്താണ് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇത് പരിഹരിക്കാൻ എല്ലാറ്റിനും മാർഗമുള്ളതുപോലെ ഇതിനും മാർഗമുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയാണ്. അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ എന്ത് പ്രശ്നങ്ങൾക്കും ഇതിലിപ്പോൾ എന്തേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെന്താ പരിഹാരം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആ പരിഹാരം നമുക്ക് ഇസ്ലാമിൽ നിന്ന് ലഭിക്കും എന്നതാണ്. ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, എന്ത് പ്രശ്നമാണെങ്കിലും അത് ദീനോട് പരിഹരിക്കും. അപ്പൊ എന്തൊക്കെയാണോ നമ്മുടെ ദാമ്പത്യത്തെ അലട്ടുന്ന പ്രശ്നം അതൊക്കെ ദീനോട് പരിഹരിക്കുന്നതാണ്. ഭർത്താവ് ബാധ്യത നിർവഹിക്കാത്തതാണ്, അത് ദീനിയായ ഒരു വീഴ്ചയാണ്. ഭർത്താവിനെ അനുസരിക്കാത്തതാണോ പ്രശ്നം, എങ്കിലത് ദീനിയായ വീഴ്ചയാണ്. അവരെ സ്നേഹിക്കാത്തതാണോ പ്രശ്നം, ദീനിയായ വീഴ്ചയാണ്. സ്വഭാവവും പെരുമാറ്റവുമാണോ പ്രശ്നം, അത് ദീനില്ലാത്തതുകൊണ്ടാണ്. ദീനുള്ള ആൾക്ക് എങ്ങനെ നല്ല സ്വഭാവം ഉണ്ടാവും? എന്തെല്ലാം പ്രശ്നമുണ്ടോ അതൊക്കെ ദീനിന്റെ അഭാവം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. എപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ സ്വപ്നം കാണുന്ന ആ ഒരു ദാമ്പത്യം പൂർണ്ണമായി എങ്ങനെ മനസ്സിലാകുക? 2 ലക്ഷണമാണ് ഖുർആൻ പറഞ്ഞത്. ഒന്ന്, സമാധാനം ഉണ്ടാവുക. സമാധാനം ഉണ്ടാവും. കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ദാമ്പത്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും മനസ്സിക്കൊരു വിഷമമില്ല, ശാന്തിയും സമാധാനവുമാണെങ്കിൽ നമ്മുടെ ബന്ധം വിജയിച്ചു. ഭാര്യയ്ക്ക് ഭർത്താവിനോട് എത്ര സ്നേഹമുണ്ട്, ഭർത്താവിന് ഭാര്യയോട് എത്ര സ്നേഹമുണ്ട്, ആ സ്നേഹമാണ് വിജയകരമായ ദാമ്പത്യത്തിന്റെ 2ാമത്തെ ലക്ഷണം. ഈ സ്നേഹവും സമാധാനവും ഉണ്ടെങ്കിൽ ഒരു കുടുംബം യഥാർത്ഥത്തിൽ അതിന്റെ ലക്ഷ്യം പുലർന്നു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. ഇണയെ തന്നത് സമാധാനം ഉണ്ടാവാനാണ്. സമാധാനം ഉണ്ടാകുമ്പോഴേ ഒരു ദാമ്പത്യം വിജയിക്കുന്നുള്ളൂ. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. സ്നേഹവും കാരുണ്യവും അവൻ നിശ്ചയിച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ കുടുംബം ഈ വിചാരിച്ച സ്വസ്ഥതയിലേക്കും സമാധാനത്തേക്കും വന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ ഈ നാടിന്റെ സ്ഥിരതയും സമാധാനവും ഇല്ലാതെ. ഞാനും നിങ്ങളൊക്കെ ഈ കുടുംബങ്ങളിൽ നിന്ന് വന്നതല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം മറ്റവർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, ആരെങ്കിലും ക്രിമിനലുകളായി വരുന്നുണ്ടെങ്കിൽ അതിന് കുടുംബ പശ്ചാത്തലത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ, നമ്മളെ മക്കളൊക്കെ നമ്മുടെ കാലശേഷം നന്നായി ജീവിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ഒരു സ്വർഗ വീട് പോലെ വീടാക്കി അവിടെ വളരുന്ന മക്കളെ കൊണ്ട് മാത്രമേ അവർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ, നാട്ടിൽ ഉപകാരം ഉണ്ടാവുള്ളൂ. അവിടെ പരാജയപ്പെട്ട കുടുംബം എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. ഒന്നാമത്തെ വിഷയം എന്താ? ഭാര്യന്റെ കടമ നിർവഹിക്കുക, ഭർത്താവിന്റെ കടമ നിർവഹിക്കുക, കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയല്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, ഇതാ ഗളിബ്തു ഫറദ്ദീനി. ഞാൻ ദേഷ്യം പിടിക്കുകയാണെങ്കിലേ നീ എൻ്റെ ദേഷ്യം മാറ്റിത്തരണം, നീ എന്നെ സംതൃപ്തിപ്പെടുത്തണം. ഇതാ ഗളിബ്തി റദ്ദൈതുകി. ഇനിയോ നീ ദേഷ്യപ്പെടുകയാണെങ്കിലോ നിന്റെ ദേഷ്യം ഞാൻ മാറ്റും എന്ന് പറഞ്ഞാൽ നിന്നെ സംതൃപ്തി ഉള്ളവളാക്കാൻ ഞാൻ ശ്രമിക്കും.
സുഹൃത്തുക്കളെ, എല്ലാ പെരുമാറ്റങ്ങളുടെയും പ്രശ്നം നമ്മൾ മനസ്സുകൊണ്ട് സ്വസ്ഥരല്ല. അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്, അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. നാട്ടിൽ ഒരാളോടും ഇല്ലാത്തൊരു ദേഷ്യം എന്താ? ഭർത്താവിനോട് കാണിക്കാൻ. ആരോടുമില്ലാത്ത ഒരു വിരോധം എന്താ? ഭാര്യയോട് കാണിക്കാൻ. ഉള്ളുകൊണ്ട് അവർ അസ്വസ്ഥമാകുന്നു. ആ അസ്വസ്ഥത പരിഹരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമാധാനമുള്ള ജീവിതം ഉണ്ടാകുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതിനെ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുന്നതിൽ എന്താ അർത്ഥം എന്നാണ് ചോദിച്ചാൽ പറയും ഇതൊക്കെ ഇവളെ കുറ്റാണ്. അവളോട് ചോദിച്ചാൽ പറയും ഇതൊക്കെ ഇയാളെ പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാവും സുഹൃത്തുക്കളെ. രണ്ടുപേർക്കും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. രണ്ടുപേർക്കും എല്ലാ കാര്യത്തിലും രണ്ടാക്കും ഉത്തരവാദിത്തം. എല്ലാ കാര്യത്തിലും. അപ്പോൾ നോക്കൂ, നിങ്ങൾ എല്ലാ സാധനത്തിനും വില കൂടിയ കാലമാണ്. വീട്ടിൽ സാധനം വാങ്ങാനുള്ള ഉത്തരവാദിത്തം ഭർത്താവിന് നിർവഹിക്കാൻ പറ്റും. പക്ഷെ ആ സാധനത്തിൻ്റെ വില, പഴയ തക്കാളിൻ്റെ വിലയല്ല ഇപ്പോഴത്തെ തക്കാളിൻ്റെ വില എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവും. പഴയ ഉള്ളിയുടെ വിലയല്ല ഇപ്പോഴത്തെ ഉള്ളിയുടെ വില എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവുമ്പോഴേ അത് വിജയിക്കുള്ളൂ. അല്ല ഭർത്താവ് പണം ചെലവാക്കിയോട് മാത്രം വീടുത്ത് പോലെ എന്ത് കാര്യവും. എത്ര വ്യക്തമായിട്ട് നബി പറഞ്ഞത്, ഒരു വീടിന്റെ ഭരണാധികാരി പുരുഷനാണ്. ആ വീട്ടിലുള്ളവരെ കുറിച്ച് അള്ളാഹു അവനോട് ചോദിക്കും. നിർത്തിയോല്ല, ഒരു പെണ്ണ് വീടിന്റെ ഭരണാധികാരിയാണ്. വീട്ടിലുള്ളവരെ പറ്റിയൊക്കെ അവളോട് ചോദിക്കും. എല്ലാ കാര്യത്തിലും, മക്കളെ വളർത്തുന്ന കാര്യമാകട്ടെ, വീടിന്റെ വൃത്തിയാകട്ടെ, വീടിലെ പണിയാവട്ടെ, എന്ത് കാര്യങ്ങളിലും ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട്, ഭാര്യയ്ക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇത് രണ്ടുപേരും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് വേറൊരാളോട് പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജീവിത പരാജയമുണ്ട്. പറയാൻ പാടില്ല എന്നാണ്. ഒരിക്കലും നമ്മുടെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയാൻ പറ്റൂല. ഇന്ന അശ്ശറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ളത് ആർക്കാണെന്നറിയോ? അർറജുൽ യുഫ്ദി ഇലൈ ഇംറഅതി. ഒരാൾ തന്റെ ഭാര്യനോട് എല്ലാ സ്വകാര്യവും പറയും, വതുഫ്ലി ഇലൈഹി, അവളും അവനോട് എല്ലാ കാര്യവും പറയും. സുമ്മ യൻഷുറു സിർറഹ, എന്നിട്ട് അത് പോയിട്ട് വേറെ ഉള്ളവരോട് പറയും. അതാണ് ഏറ്റവും വൃത്തികെട്ട, പരലോകത്തെ ഏറ്റവും വൃത്തികെട്ട സ്ഥാനങ്ങൾ. നമ്മുടെ രഹസ്യങ്ങൾ മറ്റൊരാൾ പറയാൻ അവസരം ഉണ്ടാവരുത്. ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്? ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തുടർന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ സുഹൃത്തുക്കളെ പരിഹാരമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം എന്താ, എല്ലാം പരിഹരിക്കാൻ പറ്റും വിചാരിക്കരുത്. അതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുറച്ചൊക്കെ ചില ആൾക്കാരുടെ സ്വഭാവ പ്രകൃതിക്കനുസരിച്ച് ചില പ്രശ്നങ്ങളുണ്ടാവും. അത് ആണുങ്ങൾക്കുണ്ടാവും, പെണ്ണുങ്ങൾക്കുണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടാവും. അതുണ്ടെങ്കിൽ അത് അൽമർഅത്തു കള്ളിലാണ്, ഒരു വാരിയല് പോലെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ. ഇത് അകം തഹക്കസ്, വളഞ്ഞയല്ല. നീ അതിനെ നേരാക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകുമെന്നാണ്. അതുകൊണ്ട് കുറച്ച് ആ വളവുണ്ടായും കൊണ്ട് തന്നെ അതിനെ നീ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും പറഞ്ഞു, ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. എന്തെങ്കിലുമൊക്കെ ചില സ്വഭാവങ്ങൾ ഇഷ്ടമില്ലാത്തുണ്ടാവും, എന്നാൽ ഇഷ്ടമുള്ള 100 സ്വഭാവം അപ്പുറത്തുണ്ടാവും. അപ്പോൾ കുറച്ചൊക്കെ വിട്ടുവെച്ചൊക്കെ തയ്യാറായാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. പരസ്പരമുള്ള ബാധ്യതകളെ ശരിയായി നിർവഹിച്ച് മുന്നോട്ട് പോകാന്നില്ല. സുഹൃത്തുക്കളെ, ഇത് ആരിലും ഉണ്ടാവുന്നതാണ്. ഏത് പെണ്ണിനും ഏത് ആണിനും പ്രകൃതിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ തന്നാൽ ലോകത്തെ ഏറ്റവും ഉത്തമകളായിട്ടുള്ള സത്യവിശ്വാസിനിയുടെ മാതാക്കളാണ്. പക്ഷെ നബിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു സംഭവം അല്ലേ, വീട്ടിലേക്ക് മറ്റൊരു ഭാര്യ കൊടുത്തയച്ച ഒരു ഭക്ഷണ പദാർത്ഥം ആ ഭൃത്യൻ്റെ കയ്യിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹ തട്ടി താഴെയിട്ടു. പാത്രങ്ങൾ പൊട്ടി, ഭക്ഷണ സാധനങ്ങൾ ചിതറി. ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഗാറത്തു ഉമ്മുക്കും, നിങ്ങളെ ഉമ്മക്കൊരു ഗീറത്തുണ്ടായതാണ്. എന്താ ഗീറത്ത് എന്നാൽ? ഒരു ചെറിയ ദേഷ്യം. എന്ത്, ഞാൻ എൻ്റെ വീട്ടിലാവുമ്പോൾ എന്തിനാണ് നബിക്ക് അവരവിടുന്ന് ഭക്ഷണം കൊടുത്തയക്കുന്നത് എന്നൊരു മനസ്സ്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, അന്നൽ ഗീറത്ത ഖദ് തഖഉ മിൻ അഫ്ളലിൻ നിസാ, ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീകളിൽ പോലും ഈ ഗീറത്ത് ഉണ്ടാവാന്നാണ്. ചെറിയൊരു മാനസികമായ ഇത്തരത്തിലുള്ള ഒരു വിഷമവും ദേഷ്യവും ഒക്കെ ആർക്കും ഉണ്ടാവാന്നാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ കച്ചറുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് സുഹൃത്തുക്കളെ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് സമയം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ പുരുഷൻ എന്ത് ചെയ്യണം? ഒരു കുടുംബത്തിൽ നിങ്ങളുടെ കമ്പനിയിലും നിങ്ങളുടെ കടയിലും എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ അതിൻ്റെ ഓണറായി നിങ്ങൾ പരിഹരിച്ചു പോണില്ലേ? അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല സ്വഭാവക്കാരായിട്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഏറ്റവും നല്ല വിശ്വസ്തരായിട്ടല്ല, അവരെയൊക്കെ നോക്കി നടത്താൻ നിങ്ങൾക്കറിയും. പിരിച്ചുവിടലല്ല, അവരൊക്കെ നല്ല നിലയ്ക്ക്. എന്നാൽ നമ്മുടെ ഏകയായ ഒരു ഭാര്യയെ മാത്രം, മക്കളെ മാത്രം മര്യാദക്ക് കൊണ്ടുപോകുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളെ നിയന്ത്രണം പുരുഷനാണ്. എങ്ങനെ നിയന്ത്രിക്കുക? ടച്ചിട്ട് ഭീഷണിപ്പെടുത്തിനും തൊലാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ. സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും അവരെ സംരക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുടുംബനാഥൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് എന്നാണ്. അധികമൊന്നും വേണ്ട, 2 കാര്യം മതി എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഒന്ന്, വർത്താനം പറയുമ്പോൾ നല്ല നിലക്ക് പറയാൻ പഠിക്കും. നല്ല വാക്ക്, അൽ കലിമത്തു ത്വയ്യിബ സ്വദഖ, നല്ല വാക്ക് പറയാം.
തമ്മിൽ മോശമായ ഒരു പദപ്രയോഗം ഉണ്ടാകില്ലെന്ന് തീരുമാനിക്കൂ. അത് പുതിയൊരു ദാമ്പത്യത്തിലേക്കുള്ള വഴി തുറക്കും. രണ്ടാമത്തെ എന്താ നിങ്ങൾ വലവ് അൻതലക്ക അഹാക്ക വിഭജിക്കും തൊല ഒന്ന് ചിരിക്കുക. ഏറ്റവും അധികം നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കേണ്ടത് നമ്മുടെ ഭാര്യയോടാണ്. നമ്മുടെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനും നല്ല വാക്ക് പറയാനും അറിയുമെങ്കിൽ ഒരുപക്ഷെ എത്ര സുന്ദരപരമായി നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് പോകും എന്ന് നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരിഹാരം ഇസ്ലാം വെച്ചിട്ടുണ്ട്. ഒരു നല്ല മുസ്ലിമായി, നല്ലൊരു വിശ്വാസിയായി നല്ല വാക്ക് പറയാൻ, നല്ല സ്വഭാവത്തിൽ പെരുമാറാനും പരസ്പരമുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കാനും അറിയാനും നമുക്ക് സാധിച്ചാൽ നടക്കും. നോക്ക്, നിങ്ങൾ നമ്മുടെ ഭാര്യയ്ക്ക് കണ്ണീരോടുകൂടെ പറയാനുണ്ട് ഒട്ടേറെ. എന്താ പറയാനുള്ളത്? നിങ്ങളെ കൂടെ വന്നിട്ടുണ്ടായ ഇടങ്ങാറാണ് പറയാനുള്ളത്. സുഹൃത്ത്, ഇതൊക്കെ കണ്ടടക്കിന് മുന്നേ പരിഹരിച്ചു കൊണ്ടേ. നിങ്ങളുടെ ഭർത്താവിന് പറയാനുണ്ട്, നിങ്ങൾ സംതൃപ്തി ഏറ്റുവാങ്ങേണ്ട ഭർത്താവിന് പറയാനുണ്ട് ഒട്ടേറെ. എന്തൊക്കെയാണോ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങൾ, അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് പരിഹരിച്ച് പോണ്ടേ ദുനിയാവ് കഴിയുന്നതിന് മുമ്പ്. അത്രമാത്രം ചിന്തിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നല്ലൊരു പ്രാർത്ഥന എപ്പോഴും അള്ളാഹ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനയാണ് റബ്ബന ഹബ്ലനാ മിന അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയ്യുൻ. എൻ്റെ കൺകുളിർമ നൽകണേ അള്ളാഹുവേ എൻ്റെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്നാണ്. സുഹൃത്തുക്കളെ, നമ്മൾ തന്നെ പരിഹരിക്കും. മൂന്നാമത്തെ ഒരാൾ വന്ന പ്രശ്നമാവുക ചെയ്യും. പരിഹരിക്കൽ വേറൊരാൾ ഇടപെടുത്തിയ പ്രശ്നവും. ഭാര്യ പോയിട്ട് അവളെ വീട്ടിൽ പറഞ്ഞ് പോലെ ഇടപെട്ടാൽ അവിടെ പ്രശ്നമാവുക ചെയ്യും. മനസ്സിലായി? നമ്മൾ പോയി നമ്മുടെ വീട്ടിനോട് പറഞ്ഞാലും പ്രശ്നമാവുക ചെയ്യും. എല്ലാ വിവാഹമോചനങ്ങളും ബന്ധം തകർക്കാനൊക്കെ പലപ്പോഴും ബന്ധുക്കൾ വരാൻ കാരണം അവർ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴാണ്. നമ്മൾ തന്നെ പരിഹരിക്കും. നമ്മുടെ സ്വകാര്യതകളിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്താണ്? വിശാലമായൊരു വിട്ടുവീഴ്ച നൽകുക. വിട്ടുവീഴ്ച വളരെ പ്രധാനമാണ്. എന്നോ ഉണ്ടായ സംഭവം മനസ്സിനിങ്ങനെ കൊണ്ടിടക്കണ എന്തിനാ സുഹൃത്തുക്കളെ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് മാപ്പ് കൊടുത്തൂടെ? ആയിഷ റളിയല്ലാഹു പറ്റി വലിയ ആരോപണം പറഞ്ഞ് പ്രചരിപ്പിച്ച ആൾക്ക് കൊടുത്തിരുന്ന സഹായം കൊടുക്കില്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിതാവ് സത്യം ചെയ്തപ്പോൾ അള്ളാഹു തിരുത്തിയില്ലേ? തിരുത്ത മാത്രമല്ല, അള്ളാഹു അവസാനം ചോദിച്ചത്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്നാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാതിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന? അതുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ഒരു മാപ്പ് കൊടുക്കാൻ, സ്വന്തം ഭർത്താവിനൊരു മാപ്പ് കൊടുക്കാൻ, അതിലുപരി ക്ഷമയാണ് പ്രധാനം. ക്ഷമിക്കുക, പൊട്ടിത്തെറിക്കരുത്, ക്ഷമിക്കുക. ക്ഷമയില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത ഉടൽ പോലെയാണ്. ക്ഷമയില്ലാതെ ഒരു കാര്യത്തിലും മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലാണ് ക്ഷമയും സഹനവും എന്നത്. പരസ്പരം വിട്ടുവീഴ്ചയും ക്ഷമയും സഹനവും ഉണ്ടായി ഒരു സ്വർഗതുല്യമായ ജീവിതം നയിക്കാൻ ദാമ്പത്യത്തിന് പറ്റും. അത്രമാത്രം സന്നദ്ധരാണ്, അത്രമാത്രം ത്യാഗസന്നദ്ധരാണ് നമ്മുടെ ഇണകൾ. അത്ര വലിയ ജോലിയാണ് അവർ ചെയ്തത്, അത്ര ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റിയാൽ മതി. ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രമാത്രം മാനസിക വിഷമവും അധ്വാനവുമാണ് ഒരു കുടുംബനാഥന് പുരുഷൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അധ്വാനത്തെയും അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെയും ഒരു ഭാര്യ വിലമതിച്ചാൽ മതി. പരസ്പരം അറിഞ്ഞും പരസ്പരം ഇഷ്ടപ്പെട്ടും പരസ്പരം കൂടി ജീവിച്ച് ഓരോരുത്തരുടെയും പ്രകൃതിയും സ്വഭാവവും മനസ്സിലാക്കിയും വിചാരിച്ചും ഉദ്ദേശിച്ചും പെരുമാറുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനിയും നീണ്ടുപോവാതെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ ഒരു പുതിയ ജീവിത മാറ്റത്തെക്കുറിച്ച് ദമ്പതികൾ ആലോചിക്കണം. സമാധാനപൂർണ്ണമായ ജീവിതത്തിൽ സാധിക്കണം. നമ്മൾ ഇന്ന് കേട്ട സംസാരം നമ്മുടെ ഭാര്യമാർ കേട്ടില്ലെങ്കിൽ അവരെ നാം കേൾപ്പിക്കണം. അങ്ങനെ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കൾ സന്തോഷത്തോടെ വളരും. നമുക്ക് വീട്ടിലേക്ക് ചെല്ലാൻ ആഗ്രഹമുണ്ടാവും. വീട് നമുക്കൊരു സ്വർഗമാകും. എല്ലാ പ്രശ്നങ്ങളും വീട്ടിലെത്തുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കിത്തരും. അങ്ങനെയുള്ളൊരു ദാമ്പത്യത്തിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏത് പ്രായത്തിലും ഏത് സമയത്തിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യും.